എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ്സിന്റെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ടോട് കൂടി ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. സോ നോക്കിയോളൂ, നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഓൾറെഡി 3-4 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡ്യൂസിബിലിറ്റി വരെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അടുത്താണ് ഹിസ്റ്റീരിസിസ്. ഹിസ്റ്റീരിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Hysteresis is the difference in output when the input is approached from increasing and decreasing directions. ഇൻപുട്ട് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഡയറക്ഷൻസിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിനുണ്ടാവുന്ന ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹിസ്റ്റീരിസിസ്. ആ ഒരു ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റീരിസിസ് എറർ എന്ന് പറയുന്നത്. ഹിസ്റ്റീരിസിസ് കർവ് ഒക്കെ നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ ഇൻസ്ട്രുമെന്റിന്റെ കേസിലുള്ള ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടിനുണ്ടാവുന്ന ഡിഫറൻസ് when the input is approached from increasing and decreasing directions. That difference in output is called hysteresis error. അതിന് കാരണം ഫ്രിക്ഷൻ ഒരു കാരണമാണ്, മെക്കാനിക്കൽ ഡീഫോർമേഷൻ, മാഗ്നറ്റിക് എഫക്റ്റ് ഒക്കെയാണ് ഇതിന് പ്രധാനമായിട്ട് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്? അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് ഈസ് ദ ഗ്രാജുവൽ ചേഞ്ച് ഇൻ ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്പുട്ട് ഈവൻ വെൻ ദ ഇൻപുട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഇൻപുട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുമ്പോഴും ഔട്ട്പുട്ടിനുണ്ടാവുന്ന ഗ്രാജുവൽ ചേഞ്ച്, അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുമ്പോഴും ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കും. ഡ്രിഫ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സീറോ ഡ്രിഫ്റ്റും ഉണ്ട്, സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റും ഉണ്ട്. സീറോ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ കാലിബ്രേഷൻ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, 0 വോൾട്ട് ഇൻപുട്ട് ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ് കാണിക്കുന്നത് 1 വോൾട്ട് ആയിരിക്കും. സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാലിബ്രേഷൻ കർവിന്റെ സ്ലോപ്പ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രിഫ്റ്റിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു, ഇനി ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, എന്താണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? അപ്പോൾ റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡ്യൂസിബിലിറ്റി, ഡ്രിഫ്റ്റ്, സെൻസിറ്റിവിറ്റി, ആക്യുറസി, പ്രിസിഷൻ, ഇതെല്ലാം എന്തിനകത്താണ് വരുന്നത്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്താണ് വരുന്നത്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് the behavior of an instrument when the measured quantity changes with the time. മെഷേർഡ് ക്വാണ്ടിറ്റി സമയാനുസൃതമായി മാറുകയാണെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. സമയാനുസൃതമായി മെഷേർഡ് ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, they describe transient response of an instrument. ഇൻസ്ട്രുമെന്റിന് രണ്ട് ടൈപ്പ് റെസ്പോൺസുകളുണ്ട്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയും, രണ്ട് ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് വിളിക്കും. ഈ ട്രാൻസിയൻസ് എന്ന് പറയുന്നത് വളരെ വിശദമായിട്ട് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. ട്രാൻസിയന്റ് അനാലിസിസ് എന്ന് തന്നെ ഒരു പേപ്പർ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ ട്രാൻസിയന്റ് റെസ്പോൺസ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. സ്പീഡ് ഓഫ് റെസ്പോൺസ്. The speed of response is the time required for the instrument to respond to change in input. അതായത് ഇൻപുട്ടിന് ഒരു ചേഞ്ച് കൊടുത്താൽ എത്രമാത്രം വേഗതയിൽ, അതായത് സ്പീഡിൽ ആ ചേഞ്ച് ആ ഇൻസ്ട്രുമെന്റ് ഡിറ്റക്ട് ചെയ്യുന്നു, അതിനെയാണ് ടൈം ഓഫ് റെസ്പോൺസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ടൈം റിക്വയർഡ് ബൈ ദ ഇൻസ്ട്രുമെന്റ് ടു റെസ്പോണ്ട് ടു എ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇൻപുട്ടിന് ഒരു ചേഞ്ച് കൊടുത്താൽ എത്രമാത്രം വേഗതയിൽ ആ ഇൻസ്ട്രുമെന്റ് ആ ചേഞ്ചിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, അതായത് റാപ്പിഡ്ലി വേരിയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ കേസ് ആണെങ്കിൽ അവിടെ ഫാസ്റ്റ് റെസ്പോൺസ് അഥവാ
സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫാസ്റ്റ് റെസ്പോൺസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റാപ്പിഡ്ലി വേരിയിങ് ഇൻസ്ട്രുമെന്റ്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസിലോസ്കോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫാസ്റ്റ് വേരിയിങ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ മെർക്കുറി തെർമോമീറ്റർ എടുത്താൽ അതൊരു സ്ലോ വേരിയിങ് ഇൻസ്ട്രുമെന്റ് ആണ്. സ്ലോ റെസ്പോൺസ് ഇൻസ്ട്രുമെന്റ് ആണ്, അഥവാ സ്പീഡ് ഓഫ് റെസ്പോൺസ് കുറവുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് സമയാനുസൃതമായി മാറ്റം വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഫിഡലിറ്റി. ഫിഡലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഫിഡലിറ്റി എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ആണ്. എന്തിനുള്ള എബിലിറ്റി? ടു ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസ് ദ ചേഞ്ചസ് ഇൻ ദ ഇൻപുട്ട് സിഗ്നൽ വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. അതായത് ഇൻപുട്ട് സിഗ്നലിലുള്ള ചേഞ്ച് ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള, അതായത് ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാണ്ട് ഇൻപുട്ടിനുള്ള ചേഞ്ച് ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റിന്റെ എബിലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിഡലിറ്റി. ഫിഡലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ടു ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസ് ദ ചേഞ്ചസ് ഇൻ ദ ഇൻപുട്ട് സിഗ്നൽ വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. ഹൈ ഫിഡലിറ്റി മീൻസ് ഔട്ട്പുട്ട് സിഗ്നൽ ആക്യുറേറ്റ്ലി റെപ്രസെന്റ് ദി ഇൻപുട്ട് സിഗ്നൽ ഷേപ്പ്. അതായത് ഇൻപുട്ട് സിഗ്നലിന് ഒരു ഷേപ്പ് ഉണ്ട്. അതായത് പല ടൈപ്പ് സിഗ്നലുകൾ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. സിഗ്നൽ ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പേപ്പർ ഒരു പക്ഷേ ബിടെക് പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിനകത്ത് പല ടൈപ്പിലുള്ള സിഗ്നൽസ് ഇൻപുട്ട് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പല ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്. സോ ടൂത്ത് സിഗ്നൽ ഉണ്ട്, സൈനസോയിഡൽ സിഗ്നൽ ഉണ്ട്, പൾസേറ്റിംഗ് സിഗ്നൽ ഉണ്ട്, ട്രയാങ്കുലർ സിഗ്നൽ ഉണ്ട്, റെക്ടാങ്കുലർ പൾസ് വിഡ്ത്ത് സിഗ്നൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്. ആ ഇൻപുട്ട് സിഗ്നലിന്റെ വേവ് ഫോമിനെ ഔട്ട്പുട്ട് സിഗ്നൽ ഏകദേശം അതേ കണക്ക് തന്നെ മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിഡലിറ്റി. ഫിഡലിറ്റി മീൻസ് ഔട്ട്പുട്ട് സിഗ്നൽ ആക്യുറേറ്റ്ലി റെപ്രസെന്റ് ദി ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ ഓഡിയോ മെഷർമെന്റ് സിസ്റ്റംസ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. നെക്സ്റ്റ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലാഗ്. ലാഗ് is the delay when input change and instrument response. ഇൻസ്ട്രുമെന്റ് റെസ്പോൺസിനും ഇൻപുട്ട് ചേഞ്ചിനുള്ള ഡിലേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലാഗ്. as the name indicates, ലാഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഒരു ഡിലേ എടുക്കുക, ഇത് ഇൻസ്ട്രുമെന്റ് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു താമസം. വളരെ സ്പീഡ് റെസ്പോൺസ് ആയിരിക്കില്ല, അല്ലെ? കുറച്ച് ഡിലേ എടുത്ത് റെസ്പോണ്ട് ചെയ്യാം. അതിനെയാണ് ലാഗ് എന്ന് വിളിക്കുക. രണ്ട് ടൈപ്പ് ലാഗ് ഉണ്ട്. റീറ്റാർഡേഷൻ ലാഗും ഉണ്ട്, ടൈം ഡിലേ അഥവാ ടൈം ലാഗും ഉണ്ട്. റീറ്റാർഡേഷൻ ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലേ കോസ്ഡ് ബൈ എനർജി സ്റ്റോറേജ് ഇൻ ഇൻസ്ട്രുമെന്റ് കമ്പോണന്റ്. ഇൻസ്ട്രുമെന്റ് കമ്പോണൻസിലുള്ള എനർജി സ്റ്റോറേജിന്റെ ഫലമായിട്ടുള്ള ഡിലേനെയാണ് നമ്മൾ റീറ്റാർഡേഷൻ ലാഗ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് തെർമോമീറ്റർ ബൾബ് ടേക്കിംഗ് ടൈം ടു ഹീറ്റ്. ഈ തെർമോമീറ്റർ ബൾബ് ഹീറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു റീറ്റാർഡേഷൻ ലാഗിന് എക്സാമ്പിൾ ആണ്. എനർജി സ്റ്റോറേജ് ഇൻ ഇൻസ്ട്രുമെന്റ് കമ്പോണന്റ് ഫലമായിട്ടുണ്ടാകുന്ന ലാഗ്. രണ്ടാമത്തത് ടൈം ഡിലേ. ടൈം ഡിലേ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ഡെഡ് ടൈം ബിഫോർ ദ ഔട്ട്പുട്ട് ബിഗിൻസ് ടു റെസ്പോണ്ട്. അതായത് ഔട്ട്പുട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപുള്ള ആക്ച്വൽ ഡെഡ് ടൈം. അതായത് ഡെഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്തൊരു സമയം, അതായത് ഒന്നും ചേഞ്ച് ആവാത്തൊരു സമയം, പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാത്തൊരു സമയം. അതാണ് ടൈം ഡിലേ എന്ന് പറയുന്നത്. അതായത് ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ എന്തുണ്ടാവാറുണ്ട്? ഈ ടൈം ഡിലേ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ലാഗ്, റീറ്റാർഡേഷൻ ലാഗ്, ടൈം ഡിലേ. അപ്പൊ ലാഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഡൈനാമിക് എറർ. ഡൈനാമിക് എറർ നമ്മൾ പഠിച്ചു. ഡൈനാമിക് എററിന്റെ ടൈപ്സ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഡൈനാമിക് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമ്മൾ എറർ അനാലിസിസ് ആണ് പറയാൻ പോകുന്നത്. ഡിഫറെന്റ് എറേഴ്സ് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. ഇനി ഡൈനാമിക് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ദി ഇൻഡിക്കേറ്റഡ് വാല്യൂ വെൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി ചേഞ്ചസ് റാപ്പിഡ്ലി. അതായത് മെഷേർഡ് ക്വാണ്ടിറ്റി റാപ്പിഡ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രൂ വാല്യൂവും
ഇൻഡിക്കേറ്റഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡൈനാമിക് എറർ. ഡൈനാമിക് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് വ്യത്യസ്തമായ എറേഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഒരു മെഷർമെന്റ് പോലും 100% ആക്യുറസിയോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. നോ മെഷർമെന്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് പെർഫെക്റ്റ് ആക്യുറസി. എന്തായാലും എറേഴ്സ് ഉണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ വിത്ത് ദ ട്രൂ വാല്യൂ ഇസ് കോൾഡ് ആക്യുറസി. Actually is and how different errors have entered into the measurement. ഓക്കെ, അതായത് ആക്യുറസിയെ കുറിച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ ഏതൊക്കെ വ്യത്യസ്തമായ എറേഴ്സ് ആ മെഷർമെന്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അത് ഏതൊക്കെ രീതിയിൽ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയും നമുക്ക് ഉണ്ടാവണം ഒരു മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത്. എ സ്റ്റഡി ഓഫ് എറേഴ്സ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫൈൻഡിങ് വേസ് ടു റെഡ്യൂസ് ദം. ഈ എറേഴ്സ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ചവിട്ടുപടി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഏതൊക്കെയാണ് എറേഴ്സ് എന്ന് മനസ്സിലാക്കുക, അതെങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, സച്ച് സ്റ്റഡി ഓൾസോ നോൺ ആസ് ടു ഡിറ്റർമിൻ ദ ആക്യുറസി ഓഫ് ദ ഫൈനൽ റിസൾട്ട്. അത്തരത്തിലുള്ള പഠനം, അതായത് ഇറേഴ്സിനെ കുറിച്ച് പഠിക്കുകയും ഇറേഴ്സ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത് ഫൈനൽ റിസൾട്ടിന്റെ ആക്യുറസിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. ഓക്കെ, ഇറേഴ്സ് മേ കം ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് എന്തുണ്ടാവാം? ഇറേഴ്സ് ഉണ്ടാവാം. ആൻഡ് യൂഷ്വലി ക്ലാസിഫൈഡ് ഇൻടു 3. പല സോഴ്സുകളിൽ നിന്ന് ഇറേഴ്സ് ഉണ്ടാവാം. ഇറേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്രോസ് എറർ ഉണ്ട്, സിസ്റ്റമാറ്റിക് എറർ ഉണ്ട്, റാൻഡം എറർ ഉണ്ട്. ഓക്കെ, ഇറേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ട് എന്തായിട്ട് ചെയ്യാം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെയാണ് ഗ്രോസ് എറർ, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ. നോക്കാം, ഗ്രോസ് എറർ. ഇത് നമ്മൾ ഈ 3 എറേഴ്സ് നമ്മൾ ഫിസിക്സിൽ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോവാം. സിലബസിൽ ഈ എറേഴ്സ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. ഗ്രോസ് എറർ എന്ന് പറഞ്ഞാൽ ലാർജ്ലി ഹ്യൂമൻ എറർ ആണ്, മനുഷ്യന്മാരുണ്ടാക്കുന്ന എറേഴ്സ് ആണ്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? ഇൻസ്ട്രുമെന്റിന്റെ റീഡിങ് തെറ്റിച്ച് വായിക്കുക, മിസ് റീഡിങ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. രണ്ടാമത്തത് ഇൻകറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഇംപ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇൻകറക്റ്റ് ആവുക എന്നുള്ളതാണ്. മൂന്നാമത്തത് കമ്പ്യൂട്ടേഷണൽ മിസ്റ്റേക്ക്. നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് റീഡിങ് എടുത്താലും ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ടിന് അതിൻ്റെതായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉണ്ടാവും. ആ മാത്തമാറ്റിക്കൽ ഫോർമുലാസിലെ വേരിയബിൾസിലാണ്, ആ വേരിയബിൾസ് മാത്രമാണ് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത്, അല്ലെ? ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഉള്ള കമ്പ്യൂട്ടേഷണൽ മിസ്റ്റേക്സ് വരാം. അതാണ് ഒരു പോസിബിലിറ്റി. ഒരുപക്ഷെ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് എടുത്താലും ഫൈനൽ ഔട്ട്പുട്ട് തെറ്റാം. എങ്ങനെ തെറ്റാം? ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലെ മിസ്റ്റേക്സ് വഴി ഫൈനൽ ഔട്ട്പുട്ട് തെറ്റാം. ഒരുപക്ഷെ നമ്മൾ എടുത്ത മെഷർമെന്റ് കറക്റ്റ് ആയിരുന്നിരിക്കാം. മെഷർമെന്റ് റീഡിംഗ് എടുക്കുന്നതിലും മനുഷ്യന്മാർക്ക് മിസ്റ്റേക്ക് വരാം. ഇനി മെഷർമെന്റ് റീഡിംഗ് കറക്റ്റ് ആയിട്ട് എടുത്താലും അത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലേക്ക്, ഫോർമുലാസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്സും വരാം. അതും ആ ഫൈനൽ റിസൾട്ടിനെ ബാധിക്കുമല്ലോ. നെക്സ്റ്റ് എന്താണ്? ലോഡിംഗ് എഫക്റ്റിനെ ഒക്കെ നെഗ്ലക്ട് ചെയ്യുന്നത് ഗ്രോസ് എററിൽ വരുന്നു. നോട്ട് പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദെയർ വാല്യൂ മാത്തമാറ്റിക്കലി. ഗ്രോസ് എററിന്റെ കാരണം ഇത് പല കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ സംഭവിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എന്താണ്, അതിന്റെ ഒരു കറക്റ്റ് എസ്റ്റിമേഷൻ നമുക്ക് മാത്തമാറ്റിക്കലി എടുക്കാനായിട്ട് പറ്റില്ല. അതിനകത്തൊരു എന്തായാലും ഒരു എറർ ഉണ്ടാവും. ഓക്കെ, മെത്തേഡ്സ് ഫോർ എലിമിനേഷൻ ഓർ റിഡക്ഷൻ. ഗ്രോസ് എറർ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ കാര്യം ഒബ്വിയസ്ലി കെയർഫുൾ അറ്റൻഷൻ. 100% ആത്മാർത്ഥതയോടുകൂടി ശ്രദ്ധയോടുകൂടി റീഡിങ്സ് എടുത്ത് കാൽക്കുലേഷൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത്, കാൽക്കുലേഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 100% ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണല്ലോ. നമ്മുടെ കോൺസെൻട്രേഷൻ അതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി മാറും ഗ്രോസ് എററിൽ. ഓക്കെ, നെക്സ്റ്റ് അവയർനെസ് ഓഫ് ഇൻസ്ട്രുമെന്റ് ലിമിറ്റേഷൻ. ആ ഇൻസ്ട്രുമെന്റിന്റെ പരിധിയെക്കുറിച്ചുള്ള, ലിമിറ്റേഷൻസിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം. യൂസ് ഓഫ് 2 or more ഒബ്സർവേഷൻ ടു ടേക്ക് ക്രിട്ടിക്കൽ ഡേറ്റ. അതായത് എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വീണ്ടും വീണ്ടും എടുക്കുക.
അതായത് അറ്റ്ലീസ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 3 റീഡിങ്സ് എങ്കിലും എടുത്തു കഴിഞ്ഞാൽ പോസിബിൾ ഒക്കറൻസ് ഓഫ് ഗ്രോസ് എറർ കുറയ്ക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ 3 എണ്ണം. എത്ര റീഡിങ് വേണേലും എടുക്കാം. നമ്പർ ഓഫ് റീഡിങ്സ് കൂടുന്തോറും ആക്യുറസി കൂടും. നമ്മൾ ഐട്രേഷന്റെ കേസിൽ എപ്പോഴും പറയാം, നമ്പർ ഓഫ് ഐട്രേഷൻ കൂടുമ്പോൾ ട്രൂ വാല്യൂവിനോടുള്ള ക്ലോസ്നെസ് കൂടും എന്ന് പറയുന്ന പോലെ കാലിബ്രേഷൻ വീണ്ടും വീണ്ടും ചെയ്ത നമ്പർ ഓഫ് റീഡിങ്സ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി നമ്മൾ മെഷർമെന്റ് റീഡിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യമെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ഒക്കറൻസ് ഓഫ് ഗ്രോസ് എറർ കുറയ്ക്കും. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മെഷർമെന്റ് എടുത്ത സമയത്ത് ഉണ്ടായ മിസ്റ്റേക്ക് വീണ്ടും ചെയ്യുമ്പോൾ അത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വീണ്ടും ചെയ്യുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കുറയും. അപ്പം നമ്മൾ കുറെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്, നമ്മൾ തെറ്റ് ചെയ്ത് അത് തിരുത്തിയാണല്ലോ പോകുന്നത്. അപ്പം അതേപോലെ തിരുത്താനുള്ള ഒരു അവസരം ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാലിബ്രേഷനിലൂടെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് എടുക്കുന്നത് വഴി കിട്ടും. ഓക്കെ, ബി പ്രോപ്പർലി മോട്ടിവേറ്റഡ് ടു എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കറക്റ്റ് റിസൾട്ട്സ്. അതായത് കൃത്യമായ റിസൾട്ട് വേണം എന്നത് ഒരാവശ്യമാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കറക്റ്റ്ലി മോട്ടിവേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് അർത്ഥം. അതായത് എനിക്കിതിന്റെ റിസൾട്ട് കൃത്യമായി വേണം എന്ന മോട്ടിവേഷൻ നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ എറർ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് that occur due to fault in the measuring device are known as systematic error. ഇനി നമ്മുടെ എറർ അല്ല, നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, ആ ഇൻസ്ട്രുമെന്റിനകത്തുള്ള എററുകൾ കാരണവും നമുക്ക് മെഷർമെന്റ് റീഡിങ് തെറ്റാം, അതായത് നമ്മുടെ ഔട്ട്പുട്ട് തെറ്റാം. അങ്ങനെയുള്ള എററുകളെയാണ് സിസ്റ്റമാറ്റിക് എറർ എന്നുള്ള പേരിട്ട് വിളിക്കുക. അതിനെ നമ്മൾ സീറോ എറർ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എറർ. സീറോ എററിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. സീറോ എന്താണ്, നമ്മൾ വെർനിയർ കാലിപ്പേഴ്സ് പഠിച്ചപ്പോഴും ഒക്കെ നമ്മൾ ഇപ്പൊ വെർനിയർ കാലിപ്പേഴ്സ് സീറോ എറർ കാണിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? സീറോ എറർ. അപ്പൊ ആ അവസാനം കിട്ടുന്ന മെഷർമെന്റിൽ സീറോ എറർ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അത് കുറച്ച് പരിഹരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അത് കൂട്ടി പരിഹരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ദീസ് എറേഴ്സ് ക്യാൻ ബി ഡിറ്റാച്ച്ഡ് ബൈ കറക്റ്റിംഗ് ദ മെഷർമെന്റ് ഡിവൈസ്. മെഷർമെന്റ് ഒന്നില്ലെങ്കിൽ സീറോ എററിലിട്ട് റീഡിങ് എടുക്കാട്ടോ. സീറോ എററിലിട്ട് റീഡിങ് എടുത്തിട്ട് അവസാനം അത് സീറോ എറർ കൂട്ടിയോ കുറച്ചോ അത് ബാലൻസ് ചെയ്യാം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ മെഷറിംഗ് ഡിവൈസ് കറക്റ്റ് ചെയ്ത് സീറോ എറർ ഒഴിവാക്കിയിട്ട് നമുക്ക് റീഡിങ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്യുപ്മെന്റ് എറേഴ്സ് എന്തൊക്കെയാണ്? സാധാരണ എക്യുപ്മെന്റ് എറർ കാരണമാണല്ലോ ഇത് വരിക എന്ന് പറഞ്ഞല്ലോ. എക്യുപ്മെന്റ് എറേഴ്സ് എന്തൊക്കെയാണ്? ബിയറിംഗ് ഫ്രിക്ഷൻ, കമ്പോണന്റ് നോൺ ലീനിയാരിറ്റി, കാലിബ്രേഷൻ എറർ, ഡാമേജ്ഡ് എക്യുപ്മെന്റ്, ലോസ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. അതായത് ട്രാൻസ്മിഷൻ ഇപ്പം ഈവൻ ഒരു ട്രാൻസ്ഫോമർ എടുത്താൽ പോലും ഇൻപുട്ടിൽ കൊടുക്കുന്നതിന്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ട്രാൻസ്മിഷന്റെ സമയത്ത് എന്തായാലും ലോസ് ഉണ്ടാവും. എക്യുപ്മെന്റിന്റെ ഡാമേജ് കാരണം ഇത് വരാം, അല്ലെങ്കിൽ കാലിബ്രേഷൻ എറർ കാരണം വരാം, അല്ലെങ്കിൽ കമ്പോണന്റ് നോൺ ലീനിയാരിറ്റി. ചിലപ്പോൾ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആയിരിക്കില്ല കാണിക്കുന്നുണ്ടാവുക, അത് നോൺ ലീനിയാരിറ്റി കാണിക്കുന്നുണ്ടാവുക. ആ നോൺ ലീനിയാരിറ്റി കാരണം എറേഴ്സ് സംഭവിക്കാം. ബിയറിംഗ് ഫംഗ്ഷൻ കാരണം വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് അതിന്. ഇതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? കമ്പയർ വിത്ത് മോർ ആക്യുറേറ്റ് സ്റ്റാൻഡേർഡ്സ്. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, അതുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഡിറ്റർമിൻ ഇഫ് എറർ ഈസ് കോൺസ്റ്റന്റ് ഓർ പ്രൊപ്പോർഷണൽ എറർ. അതായത് എറർ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന എറർ ആണോ, പ്രൊപ്പോർഷണൽ എറർ എന്ന് പറഞ്ഞാൽ ആ എററിനും വേരിയേഷൻ ഉണ്ടാവും. എറർ കൂടാം, എറർ കുറയാം. ഓക്കെ, അത് ആ പ്രൊപ്പോർഷണലി ഒരു പർട്ടിക്കുലർ പാരാമീറ്ററിനെ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് എന്താണോ മെഷർ ചെയ്യുന്നത് അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണിത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്സ് ടു റെഡ്യൂസ് ഓർ എലിമിനേഷൻ. ഒന്ന് കെയർഫുൾ കാലിബ്രേഷൻ നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇൻസ്പെക്ഷൻ ഓഫ് എക്യുപ്മെന്റ് ടു എൻഷുർ പ്രോപ്പർ ഓപ്പറേഷൻ. കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആ എക്യുപ്മെന്റ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുക. നെക്സ്റ്റ് അപ്ലൈ കറക്ഷൻ ഫാക്ടേഴ്സ് ആഫ്റ്റർ ഫൈൻഡിങ് ദി ഇൻസ്ട്രുമെന്റ് എറർ. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റിനും ഓരോ കറക്ഷൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. നമ്മളിപ്പം ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത്
അവസാനം നമ്മൾ ആ കറക്ഷൻ ഫാക്ടറും കൂടെ കൊടുത്തിട്ടാണ് ഫൈനൽ ആൻസർ എഴുതാറുള്ളത്. ഓക്കെ, ചിലതിനകത്ത് ഇതിന്റെ ഇൻസ്ട്രുമെന്റിൽ തന്നെ അതിന്റെ കറക്ഷൻ ഫാക്ടർ ഒക്കെ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. ചിലത് നമുക്ക് എന്താണ് സിലബസ് പ്രകാരം ഉള്ള ടോപ്പിക്കിൽ ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ മെഷർമെന്റിന് ഇന്ന ഒരു കറക്ഷൻ ഫാക്ടർ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ലാബിലൊക്കെ അല്ലെ. നെക്സ്റ്റ് ഇപ്പൊ ചില കേസിൽ 1.21 ഇസ് ദ കറക്ഷൻ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് ചില ഇൻസ്ട്രുമെന്റിന്റെ കേസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, യൂസ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് മെഷറിംഗ് പാരാമീറ്റർ. ഒരു പാരാമീറ്റർ മെഷർ ചെയ്യുന്നതിന് ഒരു മെത്തേഡ് മാത്രമല്ല, വ്യത്യസ്തമായ മെത്തേഡുകൾ ഉപയോഗിക്കാം. അപ്പൊ അത് വഴി നമുക്ക് ഇൻസ്ട്രുമെന്റൽ എറർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, എൻവയോൺമെന്റൽ എറർ. എൻവയോൺമെന്റൽ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മൂന്നാമത്തെ അല്ലായിരുന്നു അവിടെ എൻവയോൺമെന്റൽ എറർ, ലാസ്റ്റ് വൺ അല്ലേ? അല്ല, മൂന്നാമത്തെ റാൻഡം എറർ ആണ്. റാൻഡം എറർ എന്ന് പറഞ്ഞാൽ അറിയാത്ത കാരണങ്ങൾ കൊണ്ട് വരുന്ന എറർ, അതിനെയാണ് റാൻഡം എറർ എന്നുള്ള പേരിട്ട് വിളിക്കുക. എൻവയോൺമെന്റൽ എറർ നമ്മൾ ഫിസിക്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്, ചുറ്റുമുള്ള ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന എറർ. അതായത് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ അത് റീഡിങ്ങിനെ ബാധിക്കും, ഹ്യൂമിഡിറ്റി മാറിക്കഴിഞ്ഞാൽ ബാധിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രേ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സോ ഒബ്സർവേഷണൽ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സർവേഷണൽ എറർ, പാരലാക്സ് എറർ നമ്മൾ ഫിസിക്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. നമ്മൾ അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് സ്കെയിലിന്റെ 90 ഡിഗ്രീസിൽ നിന്നായിരിക്കില്ല ഒബ്സർവ് ചെയ്യുന്നത്. അങ്ങോട്ടോ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ മാറി ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന റീഡിങ് ആയിരിക്കില്ല ഒരുപക്ഷെ ശരിയായ റീഡിങ്. അങ്ങനെയുള്ള എററിനെയാണ് പാരലാക്സ് എറർ എന്ന് വിളിക്കുന്നത്. പാരലാക്സ് എറർ ഈസ് ആൻ ഒബ്സർവേഷണൽ എറർ. As the name suggests, these type of errors occurs due to wrong observation reading in the instrument, particularly in the case of energy meter. Energy metering ഒക്കെയാണ് ഇത് വരിക. The wrong observation may be due to parallax. In order to reduce the parallax error, highly accurate meters are needed. Meters provided with mirror scale. അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പാരലാക്സ് എറർ അത് ഫിസിക്സിൽ നമ്മൾ ഇഷ്ടംപോലെ MCQ ഇതിന്റെ ചെയ്തതാണ്. പാരലാക്സ് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിറർ സ്കെയിൽ ഉള്ള മീറ്റേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, പാരലാക്സ് എറർ കുറയ്ക്കാൻ വേണ്ടി, അതായത് എക്സാക്ട്ലി 90 ഡിഗ്രീസിൽ നിന്നായിരിക്കില്ല നമ്മൾ ആ റീഡിങ് എടുക്കുക. അങ്ങനെ എടുത്ത പാരലാക്സ് എറർ ഉണ്ടാവില്ല. ആ എന്താണ്, ഇൻഡിക്കേറ്ററിൽ നിന്നും റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മാറി നിന്ന് റീഡിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ അന്നേരം ഞാൻ പറഞ്ഞൊരു ഉദാഹരണമാണ് ഈ റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും നമ്മൾ ഫ്ലൂയിഡ്സിൽ പഠിക്കുന്നത്. അതായത് ശരിക്കും തോന്നുന്ന ആഴമായിരിക്കില്ല, നമുക്ക് തോന്നുന്ന ആഴമായി. ഒരു വെള്ളത്തിനടിയിൽ ഒരു എന്താ പറയാ, ഒരു കോയിൻ കിടക്കുകയാണെന്ന് വിചാരിക്കാം. ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ആ കോയിൻ കാണാം. പക്ഷെ നമുക്ക് ആ വെള്ളത്തിന്റെ പുറത്ത് നിന്ന് ആ കോയിനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അതൊരിക്കലും റിയൽ ഡെപ്ത് അല്ല. അതിനെ അപ്പാരന്റ് ഡെപ്ത് എന്നാണ് വിളിക്കുക. അത് റിയൽ ഡെപ്ത് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് വെള്ളത്തിനടിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴും ഇതേ സംഭവം ഉണ്ടാവും. ഓക്കെ, ശരിക്കുമുള്ള ദൂരമായിരിക്കില്ല നമുക്കത് തോന്നുന്നുണ്ടാവുക. അതേപോലെ എന്താണ്, നേരെ നിന്ന് മെഷർമെന്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാണ് നമ്മൾ ഈ റീഡിങ് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കുമുള്ള കറക്റ്റ് പോയിന്റർ എവിടെയാണ് എന്നുള്ളത് രീതിയിലായിരിക്കില്ല, ആക്ച്വൽ ആയിട്ടുള്ള സംഭവം ആയിരിക്കില്ല നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു സ്ലൈറ്റ് എറേഴ്സ് സംഭവിക്കാം. അതാണ് ദാറ്റ്സ് ആൻ ഒബ്സർവേഷണൽ എറർ. ഓക്കെ, അതിന് ഉദാഹരണമാണ് പാരലാക്സ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺനോൺ ആയിട്ടുള്ള, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, അൺനോൺ ഈവന്റ് ദാറ്റ് കോസ് സ്മോൾ വേരിയേഷൻ ഇൻ ദ ഇൻസ്ട്രുമെന്റ്. നമുക്കറിയാത്ത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എറേഴ്സ് ഉണ്ടാവാം. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്, റാൻഡം എറർ എന്ന് പറയുന്നത്. ക്വൈറ്റ് റാൻഡം ആൻഡ് അൺഎക്സ്പ്ലെയിനബിൾ. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അത് വളരെ റാൻഡം ആയിട്ട് സംഭവിക്കുന്ന എററാണ്. അത് നമുക്ക് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? റാൻഡം എറർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ടേക്ക് മെനി റീഡിങ്സ് ആൻഡ് അപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടു അൺഎക്സ്പ്ലെയിൻഡ് വേരിയേഷൻസ്, മെത്തേഡ്സ് ഓഫ് റിഡക്ഷൻ.
എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? കെയർഫുൾ ഡിസൈൻ ഓഫ് ദ മെഷർമെന്റ് അപ്പാരറ്റസ് ടു റെഡ്യൂസ് അൺവാണ്ടഡ് ഇന്റർഫറൻസ്. അൺവാണ്ടഡ് ഇന്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടി കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യാം. പിന്നെന്താണ്? യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇവാലുവേഷൻ ടു ഡിറ്റർമിൻ ബെസ്റ്റ് ട്രൂ എസ്റ്റിമേറ്റ് ഓഫ് ദ മെഷർമെന്റ് റീഡിംഗ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് സ്കെയിൽ റേഞ്ച് ഓർ മെഷറിംഗ് റേഞ്ച് എന്ന് പറയുന്നത്? സ്കെയിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു സ്കെയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണ്, ഒരു ലോവർ ലിമിറ്റും ഉണ്ടാവും, ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും. ആ ഡിഫറൻസ് ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത് ഫുൾ ഇന്റർവെൽ ഓർ റീജിയൻ ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റിന്റെയും അപ്പർ ലിമിറ്റിന്റെയും ഇടയിലുള്ള ആ ഒരു റീജിയൻ, ആ ഒരു ഇന്റർവെൽ, ആ ഒരു സ്പേസ്, ആ ഒരു സ്ഥലം, അതാണ് റേഞ്ച് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അല്ലെ? നമ്മൾ ഇത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആണെങ്കിൽ ഇതിനിടയിലുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, അതാണ് റേഞ്ച് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അതിന്റെ ഇടയിലുള്ള റീഡിങ്സ്. വിത്തിൻ വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ്, മെഷർ, ഇൻഡിക്കേറ്റ്, റെക്കോർഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്യുറേറ്റ്ലി. ഇറ്റ് സ്പെസിഫൈസ് ദ ബൗണ്ടറീസ് ഓഫ് വാട്ട് ഡിവൈസ് ക്യാൻ ഹാൻഡിൽ. അതായത് ആ ഡിവൈസിന് എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നതിന്റെ ബൗണ്ടറി. ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ വോൾട്ട്മീറ്റർ, ഒരു പർട്ടിക്കുലർ വോൾട്ടിന് മേളിലേക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. വോൾട്ട്മീറ്റർ വെച്ച് മെഷർ ചെയ്യാവുന്ന റേഞ്ച് ഉണ്ട്. അതായത് ഏതൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അത് മെഷർ ചെയ്യുന്ന ഒരു റേഞ്ച് ഉണ്ട്. ഇവിടെ മുതൽ ഇതിനുള്ളിൽ നിൽക്കുന്ന സാധനം ഞാൻ മെഷർ ചെയ്ത് തരാം. അതാണ് റേഞ്ച് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. അതിനെ LRL എന്ന് പറഞ്ഞാൽ അതിനൊരു ലോവർ റേഞ്ച് ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ. ആൻഡ് അതിനൊരു അപ്പർ റേഞ്ച് ലിമിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിനൊരു ലോവർ റേഞ്ച് വാല്യൂ LRV എന്ന് പറയും, അല്ലെങ്കിൽ അപ്പർ റേഞ്ച് വാല്യൂ URV എന്ന് പറയും ഫോർ കാലിബ്രേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രഷർ ട്രാൻസ്മിറ്റർ മൈറ്റ് ഹാവ് എ ഡിസൈൻ റേഞ്ച് ഓഫ് -1000 to +1000 സേഫ് ഓപ്പറേറ്റിംഗ് ലിമിറ്റ് ആണ്. ഓക്കെ. അതാണ് -1000 മുതൽ +1000 വരെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. ബട്ട് ബി കാലിബ്രേറ്റഡ് ഫോർ നാരോവർ ഓപ്പറേറ്റിംഗ് റേഞ്ച്. എല്ലാത്തിനും നമുക്ക് റേഞ്ച് പറയാം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഒരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും പറയാം. ശരിയല്ലേ? സോ നെക്സ്റ്റ് എന്താണ് സ്പാൻ എന്ന് പറയുന്നത്? സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഓൾജിബ്രായിക് ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സ്പാൻ. ഇത്രേ ഉള്ളൂ രണ്ട് ടേംസ്, റേഞ്ച്, സ്പാൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് എന്ന് എഴുതൂലേ? ഒരു ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാവുന്ന ലോവർ ലിമിറ്റ്, ഏറ്റവും ലോവർ വാല്യൂ, ഏറ്റവും അപ്പർ വാല്യൂ, ഇതാണ് റേഞ്ച്. ഈ സ്പാൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറച്ചാൽ മതി. അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സ്പാൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. സ്പാൻ ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്കെയിൽ സ്പാൻ ഇസ് ദി ഓൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി upper and lower limit of the scale or calibration. It represents total measurement window or active portion of the range. Okay, അപ്പോൾ മാത്തമാറ്റിക്കലി സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, URV മൈനസ് LRV. URV LRV എന്താണെന്ന് പറഞ്ഞു. സോ URV എന്ന് പറഞ്ഞാൽ അപ്പർ റേഞ്ച് വാല്യൂ, LRV എന്ന് പറഞ്ഞാൽ ലോവർ റേഞ്ച് വാല്യൂ. അപ്പർ റേഞ്ച് വാല്യൂ ലോവർ റേഞ്ച് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്പാൻ എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് യു സൈസ് ഓഫ് ദി യൂസബിൾ മെഷർമെന്റ് ഇന്റർവെൽ. അതായത് യൂസബിൾ ആയിട്ടുള്ള മെഷർമെന്റ് ഇന്റർവെലിന്റെ സൈസ് ആണ് എന്ത് തരുന്നത്? സ്പാൻ തരുന്നത്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് സിലബസിൽ അവസാനം പറയുന്ന സാധനമാണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, നോക്കി വെച്ചോമേ. SNR എന്ന് പറയും. ഓക്കെ. എന്താണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത്? സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഈസ് ക്രിട്ടിക്കൽ പെർഫോമൻസ് മെട്രിക് ഇൻ ഇൻസ്ട്രുമെന്റ് സിസ്റ്റം. അതായത് ഒരു ഇൻസ്ട്രുമെന്റ് സിസ്റ്റത്തിലെ ഒരു ക്രിട്ടിക്കൽ പെർഫോമൻസ് മെട്രിക് ആണ് എന്തെന്ന് പറയുന്നത്? സിഗ്നൽ ടു നോയിസ് റേഷ്യോ അഥവാ SNR എന്ന് പറയുന്നത്. അതൊരു ഇൻസ്ട്രുമെന്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോസസ് കൺട്രോൾ ആയിക്കോട്ടെ, അതിനകത്തൊക്കെയുള്ള ഒരു ക്രിട്ടിക്കൽ പെർഫോമൻസ് മെട്രിക് ആണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ. അതെന്താണ് ക്വാണ്ടിഫൈ ചെയ്യുന്നത്? ഇറ്റ് ക്വാണ്ടിഫൈസ് ഹൗ മച്ച് സ്ട്രോങ്ങർ ദ ഡിസൈഡ് സിഗ്നൽ ഈസ് കമ്പയർഡ് ടു അൺവാണ്ടഡ് ബാക്ക്ഗ്രൗണ്ട് നോയിസ്.
അൺവാണ്ടഡ് ബാക്ക്ഗ്രൗണ്ട് നോയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിഗ്നൽ എത്രമാത്രം സ്ട്രോങ്ങർ ആണ് എന്നതിനെ അത് ക്വാണ്ടിഫൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹയർ ദ സിഗ്നൽ നോയ്സ് റേഷ്യോ കൂടുതലാണെങ്കിൽ മോർ റിലയബിൾ ഓർ ക്ലിയറർ ദ മെഷർമെന്റ്. The reliability of the measurement is more. Reliability, clarity of the measurement, ഇതെല്ലാം എന്തായിരിക്കും? കൂടുതലായിരിക്കും. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഇതൊക്കെ കൂടുതലായിരിക്കും. ലോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇനാക്യുറേറ്റ് റീഡിംഗ് ആയിരിക്കും, റെസൊല്യൂഷൻ കുറവായിരിക്കും. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുതലാണെങ്കിൽ റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കുറവാണെങ്കിൽ റെസൊല്യൂഷൻ കുറവായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. ഇനി ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമ്മൾ ഡെസിബൽസിലാണ് കാണിക്കാറുള്ളത്. സ്റ്റാൻഡേർഡ് വേ ടു റെപ്രസെന്റ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ് വേ എന്താണ്? അതിന്റെ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ഡെസിബൽസിലാണ്. ഓക്കെ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണേ, പവർ ഓഫ് ദി സിഗ്നൽ ഡിവൈഡഡ് ബൈ പവർ ഓഫ് ദി നോയ്സ്. ഇതാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. പവർ ഓഫ് ദി സിഗ്നൽ ഡിവൈഡഡ് ബൈ പവർ ഓഫ് ദി നോയ്സ്. സിഗ്നലിന്റെ പവറിനെ നോയ്സിന്റെ പവർ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കിട്ടും. ഇനി അത് ഡെസിബലിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ 10 log പവർ ഓഫ് ദി സിഗ്നൽ ഡിവൈഡഡ് ബൈ പവർ ഓഫ് ദി നോയ്സ്. ഇതാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ ഡെസിബൽ. ഡെസിബൽസിലുള്ള സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ്? 10 log പവർ ഓഫ് ദ സിഗ്നൽ ഡിവൈഡഡ് ബൈ പവർ ഓഫ് ദ നോയ്സ്. 10 log പവർ ഓഫ് ദ സിഗ്നൽ ബൈ പവർ ഓഫ് ദ നോയ്സ് ആണ് ഡെസിബൽസിലുള്ള സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജ് ബേസ്ഡ് സിഗ്നൽസ് ആണെങ്കിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത് 20 log 10 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ നോയ്സ്. ഓക്കെ, പവർ തരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല 10 log പവർ ഓഫ് ദ സിഗ്നൽ ബൈ പവർ ഓഫ് നോയ്സ് ആണ്. ടു ദ ബേസ് 10 ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ 20 log ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ഡിവൈഡഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി നോയ്സ് ടു ദ ബേസ് 10. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. വേർ പി എന്ന് പറയുന്നത് പവറും എ എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡും ആണ്. ഓക്കെ, ഇതാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്? അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ ആണ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എ നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്: ഹൈ സ്പീഡ്, ലോ കോസ്റ്റ്, ഹൈ ആക്യുറസി, സിമ്പിൾ കൺസ്ട്രക്ഷൻ. ഹൈ ആക്യുറസി. നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആക്യുറസി കൂടുതലാണ്. മൂന്നാമത്തത്, ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് ഈസ് കോൾഡ്. എന്താണ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് ഈസ് കോൾഡ്. ഔട്ട്പുട്ടിനുണ്ടാവുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇൻപുട്ടിനുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നതാണ് ഐ തിങ്ക് ഇറ്റ് ഇസ് സെൻസിറ്റിവിറ്റി. ശരിയല്ലടാ? സെൻസിറ്റിവിറ്റി അല്ലേ? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് ഈസ് കോൾഡ് സെൻസിറ്റിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നാലാമത്തെ ചോദ്യം, the ability of an instrument to produce same reading under identical conditions. ഐഡന്റിക്കൽ കണ്ടീഷൻസിൽ ഒരേ റീഡിങ് ഉണ്ടാക്കാനുള്ള കഴിവിന് റിപ്പീറ്റബിലിറ്റി അല്ലെ. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ദ ഡിഫറൻസ് ഇൻ ഔട്ട്പുട്ട് ഫോർ സെയിം ഇൻപുട്ട് വെൻ ദ ഇൻപുട്ട് ഈസ് അപ്രോച്ച്ഡ് ഫ്രം ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹിസ്റ്റീരിസിസ്. അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഹിസ്റ്റീരിസിസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. The difference in output when the same input when input is approached from increasing and decreasing directions. അത് പഠിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത് അല്ലേ? The difference in output when the input is approached from increasing and decreasing direction, that is called എന്താണ്?
ഹിസ്റ്റീരിസിസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹിസ്റ്റീരിസിസ്. റിപ്പീറ്റബിലിറ്റി, ഹിസ്റ്റീരിസിസ്. ആറാമത്തെ ചോദ്യം, വിച്ച് ഈസ് എ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്? ആക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി. ഇത് മൂന്നും സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഫിഡലിറ്റി. ഏഴാമത്തെ ചോദ്യം, an error is caused by incorrect reading or recording an observer. ഒബ്സർവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഗ്രോസ് എറർ. എട്ടാമത്തെ ചോദ്യം, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി മെയിൻലി കോസസ് എൻവയൺമെന്റൽ എറർ. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ എന്തിന് കാരണമാക്കും? എൻവയൺമെന്റൽ എററിന് കാരണമാക്കും. ഒൻപതാമത്തെ ചോദ്യം, റാൻഡം എറേഴ്സ് ക്യാൻ ജനറലി ബി റെഡ്യൂസ്ഡ് ബൈ. റാൻഡം എറർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടേക്കിംഗ് റിപ്പീറ്റഡ് മെഷർമെന്റ്സ്. അല്ലെ, റാൻഡം എറർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും മെഷർമെന്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാൻഡം എറർ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ശരിയാണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പത്താമത്തെ ചോദ്യം, ഓക്കെ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ റേഞ്ച് തന്നിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ്. അതാണ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ സ്പാൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്പാൻ ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു 120 മൈനസ് 20. ദാറ്റ്സ് ഈക്വൽ ടു 100 വോൾട്ട്. സോ ദിസ് ഈസ് ദി സ്പാൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. 11ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഹയർ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ്. എന്താണ്? ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി. ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി. സിഗ്നൽ ടു നോയിസ് റേഷ്യോ കൂടുതലാണെങ്കിൽ സിഗ്നൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. 12ാമത്തെ ചോദ്യം, the signal power is 100 watts and noise power is 1 watts. The signal to noise ratio is power of the signal divided by power of the noise. അല്ലെ, power of the signal by power of the noise, that is 100 divided by 1 is equal to 100 watts by 1 watts. വാട്ട്സ് ക്യാൻസൽ ആയി പോകും. സിഗ്നൽ ടു നോയിസ് റേഷ്യോക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ 100 is the answer. ഓപ്ഷൻ സി 100 ആണ് ആൻസർ വരിക. 13ാമത്തെ ചോദ്യം, സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇൻ ഡെസിബൽ ഫോർ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഓഫ് 100. അപ്പം സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇൻ ഡെസിബൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10 log സിഗ്നൽ ടു നോയിസ് റേഷ്യോ തന്നിട്ടുണ്ട് 100 to the base 10 അല്ലെ. സോ 10 log, അതായത് പവർ ഓഫ് ദി സിഗ്നൽ ഡിവൈഡഡ് ബൈ പവർ ഓഫ് ദി നോയിസ്. അതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 100 തന്നിട്ടുള്ളത്. ശരിയല്ലേ? പവർ ഓഫ് ദ സിഗ്നൽ ബൈ പവർ ഓഫ് ദ നോയിസ് ആണ് 100 തന്നിട്ടുള്ളത്. സോ 10 into log 100നെ 10 square to the base 10 എന്ന് എഴുതാം. log a raised to n എന്ന് പറഞ്ഞാൽ എന്ത് വരും? n into log a വരും. അപ്പൊ അത് പ്രകാരം 2 നമുക്ക് താഴെ എടുക്കാം. 10 into 2 log 10 to the base 10. ഇനി log a to the base a എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആൻസർ 1 ആണ്. സോ ആൻസർ എന്ത് വരും? 20 into 1 വരും. സോ ആൻസർ ഈസ് എന്താണ്? 20. സോ ഓപ്ഷൻ എന്താണ്? ഡെസിബലിലുള്ള ആൻസർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡെസിബലിലുള്ള ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ദാറ്റ് ഈസ് 20 ഡെസിബൽ. എത്രയാണ്? 20 ഡെസിബൽ. നെക്സ്റ്റ് 14ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The smallest change in the input that a instrument can detect is called. Okay. എന്താണ്? ഇൻപുട്ടിൽ ഉണ്ടാവുന്ന വളരെ ചെറിയ ചേഞ്ച് പോലും ഒരു ഇൻസ്ട്രുമെന്റിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ദാറ്റ് ഈസ് കോൾഡ് ഫിഡലിറ്റി അല്ലെ. ഫിഡലിറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോറി, ദ സ്മോൾ ചേഞ്ച് ഇൻ ദ ഇൻപുട്ടിനുണ്ടാവുന്ന ചെറിയ ചേഞ്ച് വരെ ഒരു ഇൻസ്ട്രുമെന്റിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് റെസൊല്യൂഷൻ എന്നല്ലേ വിളിക്കുക. ദ സ്മോൾ ചേഞ്ച് ഇൻ ദ ഇൻപുട്ട്, സോറി, ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവല്ലേ. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ആക്യുറസി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ഓഫ് ട്രൂ വാല്യൂ ആണ്. ക്ലോസ്നെസ് ഓഫ് ട്രൂ വാല്യൂ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ
സ്മോളസ്റ്റ് ഇൻപുട്ട് ചേഞ്ച് ഡിറ്റക്റ്റബിൾ. ആക്യുറസി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ഓഫ് ട്രൂ വാല്യൂ ആണ്. ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഇൻപുട്ട് ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, റെസൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്? സ്മോൾ ചേഞ്ചിന്റെ ഇൻപുട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഫിഡലിറ്റി ഇവിടെ നമ്മൾ ഫിഡലിറ്റി പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസ് സ്മോൾ ചേഞ്ച് ഇൻ ദ ഇൻപുട്ട്. ഇൻപുട്ടിൽ ഉണ്ടാവുന്ന സ്മോൾ ചേഞ്ച് ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫിഡലിറ്റി. ഫിഡലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് to faithfully reproduce the changes in the input signal without distortion. Okay, so 13, 14 ഇതിന്റെ ആൻസർ വരുന്നത് റെസൊല്യൂഷൻ ആണ്. 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. An instrument that reproduces the input waveform without distortion. ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാണ്ട് ഇൻപുട്ട് വേവ്ഫോം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. Ability to reproduce the input faithfully is called fidelity. അല്ലെ? റീപ്രൊഡ്യൂസസ് ദ ഇൻപുട്ട് വേവ്ഫോം വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാണ്ട് ഇൻപുട്ട് വേവ്ഫോം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫിഡലിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ദ ഇൻപുട്ട് ഫെയ്ത്ത്ഫുള്ളി വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എന്താണ്? ഫിഡലിറ്റി. ഓക്കെ, സോ ഇത്രയുമായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.